JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനി 6-ാം ഭാവത്തിൽ നിന്നാൽ എന്താണ് ഫലം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാപഗ്രഹങ്ങൾ 3, 6, 11 രാശികളിൽ വന്നാൽ അത്ര വലിയ മോശം ഫലമൊന്നുമല്ല, ഒരുമാതിരി നല്ല ഫലം തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ 11-ാം ഭാവം എന്ന് പറയുമ്പോൾ അത് ശുഭഗ്രഹങ്ങളായാലും പാപഗ്രഹങ്ങളായാലും പാപനും ശുഭനും ഒരുപോലെ ഇഷ്ടഭാവമാണ് എന്ന് പറഞ്ഞാൽ നല്ല കുറേ ഫലങ്ങൾ തരുന്ന രാശിയാണ് 11. അപ്പം 6-ാം ഭാവം പല കാര്യത്തിലും നല്ല ഒരു ഗുണാനുഭവം നൽകുന്ന രാശി ആയതുകൊണ്ട് 6-ാം ഭാവത്തിൽ ശനി വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ധനം ധാരാളമുണ്ടാകും, അതിഭക്ഷണമായി വരും, അധികം ഭക്ഷണം കഴിക്കും എന്നാണ്. ശത്രുക്കളെ ജയിച്ചിടും, അഭിമാനം പെരുത്തിയിടും, ശരീരബലമുണ്ടാകും, കൃഷിധാന്യം ലഭിച്ചിടും. 6-ാം ഭാവത്തിൽ സൂര്യപുത്രൻ ചെന്നു നിൽക്കുകിൽ. അപ്പം 6-ാം ഭാവത്തിലെ ശനി ജീവിതത്തിൽ ഒരുപാട് മാറ്റം പലർക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. പുരോഗതിയുടെയും അധികാരത്തിൻ്റെയും ധനലാഭത്തിൻ്റെയും അതുപോലെ ഭോഗസുഖങ്ങളുടെയും വ്യക്തിബന്ധങ്ങളുടെയും പ്രസക്തിയും ഗുണവും ഒക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരുന്ന ഒരു ഭാവമാണ് ഈ 6-ാം ഭാവം. അപ്പോൾ 6-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ഒരു ജാതകന് അതുപോലെ ഗോചരവശാൽ 6-ാം ഭാവത്തിൽ ശനി വരുമ്പോഴും അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെ ദശയിൽ ശനിയുടെ അപഹാരകാലത്തുമൊക്കെ തന്നെ ഈ 6-ാം ഭാവത്തിലെ ശനിയുടെ അതിൻ്റേതായ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങളും വരും. അത് മറ്റ് അവസരങ്ങളിൽ ഏത് ഗ്രഹങ്ങളാണോ കൂടെ നിൽക്കുന്നത്, ഏത് രാശിയാണോ നിൽക്കുന്നത് അതിനെ ആശ്രയിച്ചൊക്കെയാണ് അങ്ങനെ വരിക. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ധൈര്യമായിരിക്കും. ഭയം എന്ന് പറയുന്ന ഒരു സംഭവം ഇവർക്ക് അങ്ങനെ ഉണ്ടാകത്തില്ല. എന്തിനും നല്ല ധീരത കാണിക്കും. ആവശ്യത്തിൽ കൂടുതൽ ഇവർ ആഹാരം കഴിക്കും, ഭക്ഷണപ്രിയരെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കന്നുകാലികളുടെ കൃഷിയെ ഇതൊക്കെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. ഭൂമിയുമായിട്ട് ബന്ധമുള്ള പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വലിയ ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ കൃഷിയിൽ വലിയ ഗുണമുണ്ടാകും. അവർ വലിയ വലിയ കൃഷി രീതികൾ, അതും ഇച്ചിരി സാമ്പത്തികം മുടക്കി അല്ലെങ്കിൽ പാട്ടത്തിനെടുത്തോ എങ്ങനെയായാലും വലിയ കൃഷി രീതികളും അതുപോലെ തന്നെ അതിൽ നിന്ന് എങ്ങനെ നല്ല ഒരു കൃഷിക്കാരനായിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അതുപോലെ കാർഷിക വകുപ്പിൻ്റെയൊക്കെ പ്രധാന ശ്രദ്ധയും അവാർഡും അതുപോലെ ഏറ്റവും നല്ല കർഷകൻ എന്നുള്ള ഒരു പദവിയും ഒക്കെ ഇവർക്ക് നല്ല സ്ഥാനത്ത് നല്ല രാശിയിലൊക്കെ ശനി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് 6-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സർക്കാർ ജോലിക്കാരാണെങ്കിൽ ആദിത്യനുമായിട്ടൊക്കെ ഒരു ബന്ധം വരുമ്പോൾ സർക്കാർ ജോലി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെങ്കിൽ അതെന്ന് പറഞ്ഞാൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടോ ഭൂമിപരമായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ പുരാവസ്തുവിലോ അത്തരത്തിലൊക്കെ ഏതെങ്കിലും തരത്തിലൊക്കെ ജോലിയൊക്കെ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ ഈ 6-ാം ഭാവത്തിലൊക്കെ പിന്നെ ശനി ഗോചരത്തിലൊക്കെ വരുന്ന നല്ല സമയത്ത് നല്ല ദശയുടെ കാലത്തൊക്കെ പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതകളുമൊക്കെ ഉണ്ട്. അതുപോലെ സാമൂഹ്യ വിഷയങ്ങളിൽ പങ്കെടുത്ത് നേതാവാകാനും ശ്രമിക്കും. കാരണം ഈ കഠിനാധ്വാനം ചെയ്യുന്ന ജോലിയും ദേഹാധ്വാനം ഇല്ലാത്ത ജോലിയുമൊക്കെ ശനിക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രേഡ് യൂണിയൻ എന്ന ഒരു വിഭാഗം ഇതിനകത്ത് വരും. അപ്പോൾ തൊഴിലാളികളെ സംഘടിപ്പിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക, അവർക്കുണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുക, അങ്ങനെയൊക്കെ വരുന്ന കാര്യത്തിൽ ഇവർ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. അത് പിന്നെ രാഷ്ട്രീയപരമായിട്ടും ഉണ്ട്, അതുപോലെ തന്നെ
സർക്കാർ സംബന്ധമായിട്ടും ലേബർ ഓഫീസുണ്ട്. അപ്പോൾ അങ്ങനെയും പ്രവർത്തിക്കുന്ന ഒരു രംഗം ഈ 6-ലെ ശനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ 3, 8, 12 6-ലെ ശനി 3-ാം ഭാവം, 8-ാം ഭാവം, 12-ാം ഭാവങ്ങളിലേക്കൊക്കെ പൂർണ്ണ ദൃഷ്ടിയുള്ള ഒരു സംഗതിയാണ്. കാരണം നിൽക്കുന്ന രാശിയിൽ നിന്ന് ശനി 3-ലും 7-ലും 10-ലും പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ഈ ഭാവാധിപന്മാരുമായിട്ടുള്ള യോഗദൃഷ്ടി ബന്ധങ്ങൾ അത് ഏത് ഗ്രഹമാണെന്ന് വെച്ചാൽ അതനുസരിച്ച്, കാരണം ഇപ്പം 3-ൽ നിൽക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഗ്രഹമാണോന്നില്ല, നല്ലതും വരാം ചീത്തയും വരാം, അതുപോലെ ഓരോ ഭാവത്തിലും വരാം. അപ്പം അങ്ങനെയുള്ള ഗ്രഹങ്ങൾ ശുഭനോ പാപനോ എന്നുള്ള നിലയനുസരിച്ചും അവരുടെ ബലാബലങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നതിൻ്റെ അനുസരിച്ചുമൊക്കെ ജീവിതത്തിൽ അവർക്ക് ചില മാറ്റങ്ങളൊക്കെ വരാം. പിന്നെ 6-ല് ശനിയാണ് നിൽക്കുന്നത് എങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലായാലും നാട്ടിലായാലും ഈ 6-ലെ ശനിക്കുള്ള ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു പ്രധാന റോള് വഹിക്കുന്നവരായിരിക്കും. എന്ന് പറഞ്ഞാൽ മുൻപന്തിയിൽ ഏത് കാര്യത്തിനും ഉണ്ടാകും എന്നുള്ള ഒരു നേതാവാണ്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിലുള്ളതാണ്. ഇപ്പം കുടുംബശ്രീ അയൽക്കൂട്ടം അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നവരും, അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ തൊഴിൽ സംരംഭമായാലും അല്ലാത്തതായാലും, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി ആയാലും, പിന്നെ വനിതാ സംഘങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള പ്രവർത്തനമായാലും, ഇത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതും സാമൂഹികമായ പശ്ചാത്തലമുള്ളതുമായ പ്രവൃത്തി രംഗങ്ങളിലെല്ലാം ഇവരെ മുൻപന്തിയിൽ കാണും എന്നുള്ളതാണ്. അപ്പം ജോലി, അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങൾ, ആഭരണം, വാഹനം, വിദേശവാസം തുടങ്ങി ഭൗതിക സുഖത്തിന് വേണ്ടതൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു രാശിയാണ് ഈ 6-ാം ഭാവം. ഇപ്പം നാട്ടിൽ നിൽക്കുന്നു ഒരാൾക്ക് 6-ാം ഭാവം വിദേശബന്ധത്തെയും സൂചിപ്പിക്കുന്നതാണ്. അപ്പം പുറത്തുപോയി ഒരു ജോലി സാധ്യതയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ഒക്കെ പുറത്തു പോകാനുള്ള ഒരു സാഹചര്യവും ഭാഗ്യവുമൊക്കെ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്നു എന്നുള്ള, വിദേശ രാജ്യങ്ങളിൽ പോലും പോകാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് ലഭിക്കുന്നു. പിന്നെ പറയുന്ന ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ പൊതുവിൽ 6-ാം ഭാവം രോഗസംബന്ധമായി പറയുന്ന കാര്യങ്ങളും അതുപോലെ ബാധ്യതയും അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ 6-ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ 6-ാം ഭാവാധിപൻ ആരാണ് എന്നുള്ളൊരു വിഷയം വരും. അത് ഒരു പക്ഷേ വിപരീത രാജയോഗത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം 12-ാം ഭാവാധിപനായിട്ട് ശനി 6-ൽ നിന്നാലും, അതുപോലെ 6-ാം ഭാവാധിപനായിട്ട് ശനി 12-ൽ വന്ന് ഇങ്ങനെയൊക്കെ വരുന്ന തിരിച്ചും മറിച്ചുമൊക്കെ നിൽക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ആണെങ്കിലും അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതൊക്കെ പോകും. വിപരീത രാജയോഗം എന്നൊക്കെ പറഞ്ഞു പോകും. അല്ലാതെ 6-ാം ഭാവാധിപൻ രോഗം, ശത്രു, അതുപോലെ ബാധ്യത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശനി അത്ര മെച്ചമൊന്നും അല്ലെങ്കിൽ അത് പലപ്പോഴും രോഗത്തിനും ബാധ്യതയ്ക്കുമൊക്കെ കാരണമാകും. കാരണം ഭൂമി സംബന്ധമായ ഒരു ബന്ധവും ഇതിനകത്ത് വരുന്നത് കൊണ്ട് ഒരു പക്ഷേ ലോൺ എടുക്കുക, അതിപ്പോൾ സ്ത്രീയും പുരുഷനെ സംബന്ധിച്ച് വരുന്ന കാര്യമാണ്, അത് മറ്റേത് പറയാൻ വിട്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ലോൺ എടുക്കുക, അല്ലെങ്കിൽ വസ്തു പിന്നെ ഈട് കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം ഈ പറഞ്ഞതുപോലെ ഒരു നല്ല ഭാവത്തിലല്ല ശനിയെങ്കിൽ ചിലപ്പോൾ അതിലും ഒരുപാട് വിഷമതകളൊക്കെ നേരിടേണ്ടി വരും. അല്ലാതെ സ്വാഭാവികമായിട്ട് രോഗമെന്ന് പറയുമ്പം മുട്ടിന് വേദന, കണങ്കാല് വേദന, ജോയിൻ്റ് പെയിന്, വാദസംബന്ധമായ കാര്യങ്ങൾ, പല്ലിന് അസുഖങ്ങൾ വരിക, മുടി കൊഴിയുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഈ രോഗത്തെ സംബന്ധിച്ച് പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അപ്പം ഇവരെ സംബന്ധിച്ച് 6-ൽ ശനി നിൽക്കുന്നവരാകുമ്പം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. കാരണം ഇവർ ഭക്ഷണപ്രിയരാണ് എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്ത് കിട്ടിയാലും ഇവർ കഴിക്കും. ഇവർക്ക് അതൊരു പ്രധാന വിഷയമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ജീവിക്കുക എന്ന് പറയുമല്ലോ, ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക, ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഭക്ഷണം ഒരു പ്രധാന വിഷയമായതുകൊണ്ട് കൈ കിട്ടുന്നതും കണ്ണി കാണുന്നതും എല്ലാം വാരി വലിച്ച് തിന്നും.
അപ്പോൾ അങ്ങനെ തിന്നുമ്പം അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. അതുപോലെ പിന്നെ ഇപ്പം ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ഭക്ഷണവും നമ്മുടെ ജീവിതചര്യയൊക്കെ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പം ശ്രദ്ധിക്കാതെ പോകുന്ന, ആരോഗ്യ ശ്രദ്ധ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകാവുന്ന സംഗതികളാണ് ഇതൊക്കെ. അപ്പോൾ പൊതുവെ ഈ 6-ൽ ശനി നിൽക്കുന്നവർ ഒരു കാര്യം, അവരുടെ ജീവിതത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര കുഴപ്പമില്ലാത്ത നല്ലൊരു ജീവിതം നയിക്കുക എന്ന് പറയാൻ, ശത്രുവിനോട് പോരാടാൻ ധൈര്യമുള്ള, പോരാടി ജയിക്കാൻ കഴിവുള്ള ഒരു ഭാവമാണ് ഈ 6-ാം ഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആരോഗ്യം വീണ്ടെടുക്കുക അല്ലെങ്കിൽ നിലനിർത്തുക, അതിനുവേണ്ടി പ്രയത്നിക്കുക, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി ചെയ്താൽ ഇവരുടെ ജീവിതം കുറച്ചുകൂടി നല്ല മെച്ചമുള്ളതായിരിക്കും എന്ന് പറയുക എന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 6-ാം ഭാവം അത്ര മോശപ്പെട്ട ഒരു സ്ഥാനമല്ല. എന്നാൽ ചില രാശികളിൽ ഈ 6-ാം ഭാവമായിട്ട് വന്നാലും ചില ഗ്രഹങ്ങളുടെ ബന്ധം വരുമ്പോഴും നമ്മളുടെ ജീവിതം ഒരുപാടങ്ങ് ഉയർച്ചയിലേക്ക് പോകണമെന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ ചില പൊരുത്തക്കേടുകളും ചില പ്രയാസങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ കുറേ കൂടി കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ള. അപ്പം വരുന്ന ഇനിയുള്ള വീഡിയോയിൽ അപ്പോൾ ഇപ്പം ഓരോ ഭാവത്തിൽ നിൽക്കുന്ന രാശിയുടെ ഫലങ്ങളാണ് പറയുന്നത്. ഇനിയും അതുപോലെ തന്നെ ഇപ്പം മേടത്തിൽ വന്നാൽ, ഇടവത്തിൽ വന്നാൽ, മിഥുനത്തിൽ, ഓരോ രാശിയിലും വന്നാൽ എന്താണ് ഫലം എന്നൊക്കെ ഉള്ളത് പിന്നീട് നിങ്ങളറിയും. അങ്ങനെ മൊത്തത്തിൽ ശനിയെക്കുറിച്ച് അറിയുമ്പോൾ ശനിയുടെ സംശയങ്ങളെല്ലാം മാറും, നിങ്ങളുടെ പേടിയും മാറും. അതനുസരിച്ച് നിങ്ങൾക്ക് ജീവിതം ചിട്ടപ്പെടുത്താനും പറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കൂടി പറഞ്ഞു കൊടുക്കുക. ഇത് പഠിക്കുന്നവർക്കും ഇത് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഈ വീഡിയോ ഉപകാരം ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.